കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കുന്ന പതിവുണ്ട്. ഈ പണം അർഹതപ്പെട്ട പാവങ്ങളുടെ കയ്യിൽ തന്നെ എത്താറുണ്ടോ? മുൻപ് പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പിരിച്ച പണം തട്ടിയെടുത്ത സംഭവം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ആലപ്പുഴ കായംകുളത്ത് വയനാട് ദുരിതാശ്വാസ ബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്തതാണ് പുതിയ പരാതി. സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 1,20,000 രൂപ തട്ടിയെടുത്തതായാണ് FIR-ൽ പറയുന്നത്. ഇതുകൂടാതെ സംഭാവനയായി പലരിൽ നിന്നും പണം സമാഹരിച്ചതായും FIR-ലുണ്ട്. കായംകുളം പുതുപ്പള്ളി CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽരാജ് എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. AYF പുതുപ്പള്ളി മേഖലാ സെക്രട്ടറി ശ്യാംലാലിന്റെ പരാതിയിലാണ് കേസ്. തണൽ എന്ന വ്യാജ സംഘടനയുടെ പേരിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് 100 രൂപ വീതം ബിരിയാണിക്ക് വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. 1200 ബിരിയാണി വിൽപ്പന നടത്തിയതായാണ് കണ്ടെത്തൽ. ബിരിയാണി ചലഞ്ച് കൂടാതെ സംഭാവന വാങ്ങിയും പണത്തട്ടിപ്പ് നടത്തി. തണൽ എന്ന ഒരു തട്ടിപ്പ് സംഘടനയുണ്ടാക്കി സിബി ശിവരാജൻ, അരുൺ എന്നിവർ ചേർന്ന് ഒരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി. ഈ ബിരിയാണി ചലഞ്ചിന് വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ പണം സമാഹരിക്കുകയും അതിനുശേഷം ഗൂഗിൾ പേ വഴിയും നേരിട്ടും 1200 ബിരിയാണി വിറ്റ് ഈ ഒരു 1,20,000 രൂപയ്ക്ക് അടക്കം 1,20,000 രൂപയ്ക്ക് അധികം അവർ ബിരിയാണി ചലഞ്ചിലൂടെ കണ്ടെത്തുകയുണ്ടായി. പക്ഷെ നാളിതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ പോലും അടച്ചിട്ടില്ല. പിരിച്ചെടുത്ത തുക സർക്കാരിലേക്ക് കൈമാറിയിട്ടില്ല എന്ന പരാതിയിലാണ് കായംകുളം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 3 പേരും അച്ചടക്ക നടപടി നേരിട്ടവരാണെന്നും നിലവിൽ പാർട്ടിയുമായി ബന്ധമില്ലെന്നുമാണ് CPM നേതൃത്വത്തിന്റെ വിശദീകരണം. സിബിയെ മറ്റൊരു പാർട്ടി അംഗവുമായി സംഘർഷമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും താൽക്കാലികമായി മാറ്റിയിരുന്നു. News 18 ആലപ്പുഴ.